കട്ടില്ല കിടന്ന് സാറിന്റെ കൂടെ. എന്റെ പൊന്നുമോളെ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു എന്തോ പ്രശ്നമുണ്ടെന്ന്. പ്രശ്നമുണ്ട് എന്റെ രാജേട്ടാ. ഇന്നലെ രാത്രിയില് എന്തൊക്കെയാ നടന്നറിയോ? എന്താ? സൂര്യ സാർ ഇവിടുന്ന് മുകളിലേക്ക് കയറി വന്നിട്ട് ഒറ്റ പൊട്ടിത്തെറിക്കില്ല. സാറിന് ഇത്രയും ദേഷ്യത്തിൽ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. പിന്നെ അല്ലാതെ മോക്ക് വല്ല ആവശ്യമുണ്ടോ അവളുടെ മുറിയിൽ പോയി കിടക്കാൻ? അത് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് സൂര്യ സാർ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്ക. ഇന്ന് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരാൻ പാടില്ല, അടുക്കളയിൽ ഒന്നും ചെയ്യാൻ പാടില്ല, ഈ വീട്ടിലെ മറ്റുള്ളവരെ പോലെ നടന്നോണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തിനാ മോൾ ഇങ്ങോട്ട് വന്നത്? അത് നേരം വെളുക്കുമ്പോ പിന്നെ പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്റെ പൊന്നു മോളെ, ഇന്നലെ മോക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി അത് രാജുവേട്ടനും കൂടെ വാങ്ങിച്ചു തരല്ലേ? മോൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്നതോ ജോലി ചെയ്യുന്നതോ സൂര്യ സാർ കണ്ടോണ്ട് വന്നാലേ ഇന്നലെ നടന്നതിന്റെ ബാക്കി ഈ അടുക്കളയിൽ നടക്കും. അതുകൊണ്ട് മോള് ചെല്ല്. രാജുവേട്ടാ, ഞാനേ ചായ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് വന്നോളാം. രാജേട്ടൻ അതെന്തിനാ കാര്യാക്കുന്നേ? മോളെ, സാറ് പറഞ്ഞാലും കാര്യമില്ലേ? മോൾ ഇവിടത്തെ ആരാ? ഈ വീട്ടിലെ ഒരേ ഒരു മരുമോൾ, സൂര്യ സാറിന്റെ ഭാര്യ. അപ്പൊ സാറ് പറയുന്ന പോലെ കുറച്ച് ഗൗരവത്തിലൊക്കെ നടക്കണം. അതുകൊണ്ട് മോള് പോ. എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ മോളിൽ തന്നെ ഇരുന്നത്. ഇന്ന് രാജേട്ടനെ കൊണ്ട് മാറിയേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അല്ല മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ ലോകത്ത് എത്രയോ പെണ്ണുങ്ങളുണ്ട്. അവരുടെ ആരുടെയെങ്കിലും ഭർത്താക്കന്മാര് ഇങ്ങനെ ഒരു കാര്യം ഭാര്യമാരോട് പറയാറുണ്ടോ? അത് സൂര്യ സാറ് പറഞ്ഞെങ്കിൽ അത് മോളുടെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. അയ്യോ, അത് സാറ് നല്ല ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. പിന്നെ അത് മാത്രല്ല, രാജേട്ടൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കഷ്ടപ്പെടണ്ടേ? അതിപ്പം മോള് വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടിട്ടില്ലേ? ആ, അന്ന് വേറൊരുത്തിയും കൂടി ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ മോളെ. കൂടെ നിന്ന ഒരുത്തിയെ കുറിച്ചും രാജുവേട്ടനോട് ഓർമ്മിപ്പിക്കല്ലേ മോളെ. ശരി, സാർ എഴുന്നേക്കാൻ കുറെ കൂടി കഴിയും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? രാവിലെ നേരത്തെ എഴുന്നേറ്റ് വന്ന് അടുക്കള പണിയൊക്കെ തീർത്തതിന് ശേഷം മുറിയിൽ ചെന്നിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞ് സാറിന്റെ മുന്നിലിരിക്കണം. നല്ല കുട്ടിയായിട്ട്. എന്റെ പൊന്നു മോളെ, സാറിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണടച്ച് കിടന്നാലും സാറ് കാണേണ്ടതെല്ലാം കാണും. എന്റെ അനുഭവത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. രാജേട്ടൻ മിണ്ടാതിരിക്കെ. ഇതിപ്പോ ടപ്പേന്ന് പറഞ്ഞ പണിയെല്ലാം നമുക്ക് തീർക്കാം. അത് പിന്നെ മോളെ, രാജേട്ടൻ ഇനി ഒന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ ചുമ്മാ ഉണ്ടാക്കിയ സാധനങ്ങൾ ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് രാജേട്ടനെ കുറ്റം പറയാൻ തുടങ്ങും. അത് മോള് പറഞ്ഞത് കാര്യമാണ്. ഇത്രയും നന്ദിയില്ലാത്ത ഒരു വർഗത്തിനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടേ ഇല്ല. കൊള്ളാന്നുള്ളതാണെങ്കിൽ എല്ലാരും കൂടെ കയറിയിരുന്ന് മിണുമിണാന്നടിക്കും. എന്ന കൊള്ളാന്നുള്ളൊരു വാക്ക് ആരും പറയില്ല. പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എല്ലാരും കൂടെ കയറിയിരുന്ന് അങ്ങ് പെരിപ്പിച്ച് പറയും. ഇതാ ഞാൻ പറഞ്ഞത്. ഫുഡൊക്കെ ഞാൻ വെച്ചിട്ട് നല്ല കൂളായിട്ട് അവിടെ ചെന്നിരുന്നോളാം.